8 മാസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്ന് തന്റെ 7 വയസ്സുള്ള പൊന്നോമനയ്ക്ക് ചുംബനം നൽകി ഇവിടെ നിന്ന് മടങ്ങിയതാണ് സുമേഷ്. ആ സുമേഷ് ഇപ്പോൾ ജീവനറ്റ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഒട്ടേറെ പ്രതീക്ഷകളോടെ ജോലിസ്ഥലത്തേക്ക് പോയതാണ്. കഴിഞ്ഞ 15 വർഷമായി ഈ വീടിന്റെ എല്ലാ ഭാരവും ചുമലിലേറ്റിയ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഈ വീട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും സഹോദരന്റെയും അടക്കം രോഗത്തിന്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ ജീവിതം പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലായിരുന്നു. പക്ഷേ ആ സമയത്താണ് അപ്രതീക്ഷിതമായും ഈ കുടുംബത്തിലേക്ക് സുമേഷിന്റെ മരണവാർത്ത എത്തുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സുമേഷ് ആ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം ജില്ലാ ഭരണകൂടത്തിനും ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്കും ലഭിച്ചത്. പക്ഷേ ആ ഒരു വാർത്ത അറിയിക്കാൻ, അല്ലെങ്കിൽ ഭാര്യയെയും അമ്മയെയും ഒക്കെ അറിയിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ തന്നെ. പിന്നീട് ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരടക്കം ഇവിടെ എത്തിയ ശേഷമാണ് സുമേഷിനും അങ്ങനെ ഒരു ദാരുണാന്ത്യം ഉണ്ടായി എന്നുള്ള കാര്യം കുടുംബാംഗങ്ങളെ അറിയിച്ചത്. വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു, എന്തെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടെങ്കിൽ പോലും സുമേഷ് ചെറിയ ഒടിവോ ചതവോ മറ്റോ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു കുടുംബത്തിന് ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടാണ് സുമേഷ് മരണപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോയത്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കടവൂരുള്ള വീട്ടുവളപ്പിലേക്ക് എത്തിച്ചത്. വീട്ടുവളപ്പിൽ ഇപ്പോൾ മതാചാരപ്രകാരമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് സുമേഷിനെ ഒരു തവണ കൂടി ഒന്ന് കാണാൻ വേണ്ടിയുള്ളൊരു അവസരം ഒരുക്കുകയാണ്. ഒട്ടേറെ ആൾക്കാർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി, സുമേഷിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഒട്ടേറെ പേരുണ്ട്. അവരൊക്കെ തന്നെ ഈ ദുരന്ത വാർത്ത അറിഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിനൊരു ആശ്വാസം അല്ലെങ്കിൽ സമാശ്വസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ സുമേഷ് എന്ന് പറയുന്ന സഹോദരനെ അവസാനമായി ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒഴുകിയെത്തുന്നവരാണ്. രാവിലെ 7 മണിക്ക് ഇവിടെ എത്തിയ സമയം മുതൽ തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. വേറെ ആൾക്കാർക്കും സുമേഷ് എന്ന് പറയുന്ന വ്യക്തിയെ അറിയില്ല. പക്ഷേ മനസ്സിലാക്കി സഹജീവി സ്നേഹമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുകയാണ്. മന്ത്രി ജെ ചിഞ്ചുറാണി രാവിലെ എത്തിയിരുന്നു. അതിനുശേഷം MP KN ബാലഗോപാൽ, MP NK പ്രേമേന്ദ്രൻ ഗോപാൽ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ഒട്ടേറെ ആൾക്കാർ ഇവിടെയൊക്കെ എത്തുന്നു. ഇന്ന് രാവിലെ എത്തിയപ്പോൾ വലിയ സങ്കടം തോന്നിയ ഒരു കാഴ്ച എന്ന് പറയുന്ന അക്ഷയ, ഈ കുഞ്ഞിന് 7 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഞാൻ കാണുകയുണ്ടായി. ആ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവിടെ പന്തലിടുന്നത്, എന്തിനാണ് ഈ പോലീസുകാരൊക്കെ ഇവിടേക്ക് വരുന്നത്, എന്തിനാണ് ക്യാമറ ആൾക്കാരൊക്കെ ഇവിടേക്ക് വരുന്നത്. ആ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല ഇനി അവളുടെ അച്ഛനില്ല എന്നുള്ള കാര്യം. ആ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല. ആ 7 വയസ്സുകാരി ഓടിക്കളിച്ച് ഈ വീടിന്റെ മുറ്റത്ത് നടക്കുകയാണ്. അത് ഹൃദയം നുറുങ്ങുന്നു. അറിയുന്നത് ആ കുഞ്ഞിന്റെ അച്ഛൻ മിഠായിയും മറ്റ് കളിപ്പാട്ടങ്ങളും ഒക്കെയായി എല്ലാ തവണയും ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന അച്ഛൻ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം ആ കുഞ്ഞറിയുന്നത് പിന്നീട് ഉച്ചയോട് കൂടിയാണ്. അതിനുശേഷം ആ കുഞ്ഞ് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ നിർത്താതെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഏക മകളാണ്. ആ കുഞ്ഞിനടക്കം ഇനി ഒരു ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷയൊക്കെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. ഇതിന് സമാനം തന്നെയാണ് എല്ലാ വീടുകളിലും, 23 വീടുകളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. അലമുറയിട്ട് കരയുന്ന അമ്മയെയും ഭാര്യയുമാണ് നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നത്. സുമേഷിന്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഉദരസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സഹോദരൻ നേരത്തെ കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് എയർ ആംബുലൻസിലാണ് ഇവിടേക്ക് തിരികെ കൊണ്ടുവന്നത്. പിന്നീട് വർഷങ്ങളോളം ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടെ അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ജോലിക്ക് വന്ന് പോകാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല സഹോദരനുമുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സുമേഷ് എന്ന് പറയുന്ന 40 വയസ്സുള്ള ചെറുപ്പക്കാരൻ. വീട് നിർമ്മിച്ചതിന്റെ കടം പോലും പൂർണ്ണമായും വീട്ടാൻ സാധിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഒക്കെ തന്നെ വീട്ടി കുഞ്ഞും ഭാര്യയും അടക്കമുള്ള ആൾക്കാർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സുഖകരമായി നാട്ടിലെത്തി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കാതെയാണ് ഇപ്പോൾ സുമേഷ് ഇവിടെ നിന്ന് യാത്രയായിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ വെച്ച് ഹൈന്ദവാചാര പ്രകാരമുള്ള ശുശ്രൂഷ ചടങ്ങുകൾ നടക്കും. അതിനുശേഷമായിരിക്കും വീട്ടുവളപ്പിൽ തെക്കേ കോലയിലുള്ള സ്ഥലത്ത് തെക്കയിൽ സുമേഷ് അന്തി ഉറങ്ങാൻ പോകുന്നത്. വലിയ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അലമുറയിട്ട് കരയുന്ന ബന്ധുക്കളെയും അതുപോലെ തന്നെ സുമേഷിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പല ആൾക്കാരും കണ്ണീർ തുറച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കുന്നു. വളരെ അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. കൊല്ലം ജില്ലയിൽ ഉൾപ്പെട്ട 4 പേരാണ് ഈ ദുരന്തത്തിൽ മരണത്തിന് കീഴടങ്ങിയത്. അതിൽ 2 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഒന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന സുമേഷിന്റെ സംസ്കാരം. ഒപ്പം തന്നെ ശൂരനാട് തെക്ക് വയ്യാങ്കരയിൽ ജീവിച്ച് വളർന്ന ഷമീർ എന്ന് പറയുന്ന 30 വയസ്സുകാരന്റെ ഖബറടക്കവും ഇന്ന് നടക്കും. മറ്റ് 2 പേരുടെ സംസ്കാര ചടങ്ങുകൾ നാളെയായിരിക്കും നടക്കുക.